കൊല്ലം ശാസ്താംകോട്ടയിൽ ജീവനൊടുക്കിയ വയോധികയ്ക്ക് കഴിഞ്ഞ 6 മാസമായി പെൻഷൻ ലഭിച്ചിട്ടില്ല. കുടുംബത്തിൽ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായിരുന്നുവെന്നും ആത്മഹത്യയ്ക്കുള്ള കാരണം വ്യക്തമല്ലെന്നും മകൾ പ്രതികരിച്ചു. പെൻഷൻ മുടങ്ങിയതിനെ ചൊല്ലി മരണ വീട്ടിൽ വെച്ച് കോൺഗ്രസ് പ്രാദേശിക നേതാക്കൾ തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. ഓമന കഴിഞ്ഞ ദിവസമാണ് തൂങ്ങി മരിച്ചത്. 74 വയസ്സ് പ്രായം. ഭർത്താവ് വേലായുധന് പ്രായം 84. ഇരുവരും രോഗാവസ്ഥയിലാണ്. ഈ വയോധികർക്ക് പെൻഷൻ മുടങ്ങിയിട്ട് 6 മാസമായി. ഇപ്പോൾ എല്ലാവർക്കും മുടങ്ങി കിടക്കുവാണ്. എനിക്ക് മാത്രമല്ല, ഈ കേരളം മൊത്തത്തിൽ പെൻഷൻ മുടങ്ങി കിടക്കുവാണ്. ഓമനയും വേലായുധനും മാത്രമാണ് വീട്ടിൽ. 2 പെൺമക്കളും സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവരാണ്. രോഗാവസ്ഥയിലും ഓമന ആഴ്ചയിൽ 3 ദിവസം കശുവണ്ടി ഫാക്ടറിയിൽ പണിക്ക് പോയിരുന്നു. കുടുംബം കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിട്ടിരുന്നുവെന്ന് മകൾ പറയുന്നു. ഇരുവരും മരുന്നിനുള്ള പണത്തിന് വരെ ബുദ്ധിമുട്ടി. ഇതിനിടയിൽ പെൻഷനും മുടങ്ങി. എന്നാൽ ആത്മഹത്യയുടെ കാരണം വ്യക്തമല്ലെന്നും മകൻ. പെൻഷൻ 7 മാസം കൊണ്ട് കിട്ടുന്നില്ലെന്നാണ് ഇവർ അമ്മയും അച്ഛനും പറയുന്നത്. സാമ്പത്തികമായിട്ട് അവർക്ക് പ്രശ്നം ഉണ്ടായിരുന്നു. സാമ്പത്തികം വളരെ പുറന്നോട്ടായിരുന്നു. അച്ഛൻ 5 വർഷം കൊണ്ട് ജോലിക്കൊന്നും പോകുന്നില്ല. ഇങ്ങനെ കിടപ്പ് രോഗിയായിരുന്നു. ഇപ്പോൾ അച്ഛനെ ICUലൊക്കെ കിടത്തി. ഞങ്ങൾ കൊല്ലത്തുനിന്ന് 10 ദിവസം ആശുപത്രി കിടന്നിയായിരുന്നു അച്ഛൻ അവിടെ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നത്. പെൻഷൻ മുടങ്ങിയതാണ് ആത്മഹത്യക്ക് കാരണമെന്നാരോപിച്ച കോൺഗ്രസ് പ്രാദേശിക നേതാക്കളുമായി CPM പ്രാദേശിക നേതാക്കൾ മരണവീട്ടിൽ വെച്ച് വാക്കുതർക്കത്തിലേർപ്പെട്ടു. സംസ്ഥാനത്ത് പെൻഷൻ വിതരണം മാസങ്ങളായി മുടങ്ങിയിരിക്കുകയാണെന്ന് അംഗീകരിച്ച സ്ഥലം MLA കോവൂർ കുഞ്ഞുമോൻ പക്ഷേ ഓമനയുടെ ആത്മഹത്യക്ക് കാരണം പെൻഷൻ മുടങ്ങിയതാണെന്ന വാർത്ത വാസ്തവ വിരുദ്ധമാണെന്ന് പ്രതികരിച്ചു. അതിനകത്ത് മറ്റുള്ള വാർത്തകൾ അടിസ്ഥാനരഹിതമാണെന്നാണ് സ്ഥലത്തെ MLA എന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത്. പെൻഷന്റെ പേര് പറഞ്ഞല്ലേ അമ്മ ആത്മഹത്യ ചെയ്തത്. ജനം, കൊല്ലം.